ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് നമുക്ക് നല്ല വെള്ള നാരങ്ങാച്ചാർ തയ്യാറാക്കിയാലോ? ഒരു മീഡിയം സൈസിലുള്ള കുറച്ച് നാരങ്ങയാണ് ഇന്ന് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിന്നൊരു നാടൻ സ്റ്റൈലിലുള്ള കുക്കിംഗ് ആണ്. അതും വളരെ പെട്ടെന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് നല്ല രുചിയൂറും വെള്ള നാരങ്ങാച്ചാർ നമുക്കിന്ന് തയ്യാറാക്കാം. എനിക്കിത് ഏറ്റവും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. ചുവപ്പിനേക്കാൾ എനിക്കിഷ്ടം വെള്ള നാരങ്ങ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ പാചകത്തിൻ്റെ ആദ്യ ഘട്ടം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയെടുത്ത നാരങ്ങയിട്ട് നന്നായിട്ടൊന്ന് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ. ഒരു 15 മിനിറ്റ് കഴിയുമ്പം നമ്മുടെ നാരങ്ങ മഞ്ഞ കളറിലാവും. മഞ്ഞ കളറിൽ ആയിട്ട് ഇതേപോലെ നടുക്കൂടൊരു വെട്ടൽ കാണും. അതാണ് നമ്മുടെ നാരങ്ങ വാടിയെന്നുള്ള സിമ്പിൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഘട്ടം. ഇതെല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റി നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ബാക്കിയുള്ള നമ്മുടെ പാചകം വരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നാൽ ചൂട് പറക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു മീഡിയം സൈസ് നാരങ്ങ എടുത്തുകൊണ്ട് 4 മാത്രമേ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതിലും ചെറിയ വലുപ്പത്തിൽ വേണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ഞാൻ ഇതിലെ കുരുക്കളെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. നാരങ്ങയ്ക്ക് ചെറിയ കയ്പ്പ് വരാനായിട്ട് ഈ കുരുകൾ സഹായിക്കും. അതുകൊണ്ട് നമുക്കത് വേണ്ട, അത് നമുക്കെടുത്ത് കളയാം. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന് കട്ട് ചെയ്യുമ്പോഴത്തേന് ഇതേപോലൊരു സ്റ്റാറല്ലേ വരുന്നത്. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മീഡിയം വലുപ്പം തന്നെ നമ്മുടെ നാരങ്ങയ്ക്കുണ്ട്. ഇതേപോലെ എല്ലാം കുരുവെല്ലാം കളഞ്ഞ് നല്ല നീറ്റാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, എരിവിനാവശ്യമുള്ള കാന്താരി, കടുക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കായം. ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് പോവാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ നാടൻ സ്റ്റൈലിൽ എപ്പോഴും നല്ലത് രുചിയൂറുന്ന നല്ല വെളിച്ചെണ്ണയാണ്. നല്ലെണ്ണയും ചേർക്കാം കേട്ടോ, ആവശ്യമുള്ളവർ അത് ചേർക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ. നല്ല കടുക് മണി ഇട്ടിട്ടുണ്ട്. കടുക് മണി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട്, അതേപോലെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളകും, ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നാരങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണേ. പാകത്തിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് കായവും കൂടി ചേർത്ത് കൊടുക്കാം. കായം കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മുടെ നാരങ്ങ നമ്മൾ ഓൾറെഡി വാട്ടിയെടുത്തായിരുന്നു. എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. ഇതെല്ലാം കൂടി ഇട്ടപ്പോൾ തന്നെ പ്രത്യേക ഒരു മണവും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാന്താരി മുളകിൻ്റെയും അതേപോലെ തന്നെ വാടി വന്ന നാരങ്ങയുടെയും എല്ലാത്തിൻ്റെ ഒരു പ്രത്യേക തരം മണമുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് ഒരാളെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതേപോലെ നല്ല രുചിയൂറുന്ന വെള്ള നാരങ്ങാച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ തിളപ്പിച്ച് ഒഴിച്ചാൽ മതി. പച്ചവെള്ളം ഒഴിക്കരുതേ, നാരങ്ങ ചീത്തയായിപ്പോൾ. ഇനി നമുക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ വിനാഗിരിയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നുണ്ടേ. നന്നായിട്ട് തിളച്ച് ഒരു മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഇളക്കി ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ചെറു പുളിയും ആവശ്യത്തിന് ഉപ്പും, അടിപൊളി കിടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീണ്ടും കാണാം. ബൈ.